2026 ജൂൺ 1 മുതൽ ജൂലൈ 25 വരെ കേരളത്തിലെ 36% മഴ കുറവാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ലഭിച്ചിരിക്കുന്നത് 36% മഴ കഴിഞ്ഞ വർഷത്തെ വർഷവുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 36% മഴ കുറവാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ജലദൗർലഭ്യം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ സ്കേഴ്സിറ്റി എന്ത് തന്നെയാലും ഉണ്ടാവും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇനി തുടർന്ന് മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളത്തെ എങ്ങനെ മണ്ണിലേക്ക് ജലാകിരണ ശേഷി ഉണ്ടാക്കാൻ കഴിയും, അത് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ വലിയ ദുരന്തം നമ്മുടെ മുന്നിലുണ്ടാവാനുള്ള അതിരൂക്ഷമായിട്ടുള്ള വരൾച്ച നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ കിണറുകളും നമ്മുടെ തോടുകളും അതുപോലെ തന്നെ നമ്മുടെ നീർച്ചാലുകളും ധന്യമാകണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ മഴവെള്ളം പെയ്യുന്നത് ആ മഴവെള്ളത്തെ ജലാകിരണ ശേഷി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മണ്ണിൽ മൾച്ചിങ് സിസ്റ്റവും അതുപോലെ തന്നെ മണ്ണിനെ ചെത്തി വെടിപ്പാക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മണ്ണിനെ തൂമ്പ് ഉപയോഗിച്ചിട്ട് കൈക്കോട്ട് ഉപയോഗിച്ചിട്ട് ചെത്തി വെടിപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്നത് എന്താണ്? മണ്ണിലേക്ക് ജലാകിരണ ശേഷി ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത് ഒരു തുള്ളി മഴവെള്ളം വീഴുമ്പോൾ 1 സെന്റിമീറ്റർ എങ്കിലും മണ്ണിന് വ്യതിചലനങ്ങൾ സംഭവിച്ചുകൊണ്ട് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളം പെയ്യുന്ന വേഗത്തിൽ തന്നെ കടലിലേക്കും തോടുകളിലേക്കും മറ്റുള്ള രീതിയിലും ഒലിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ദുരന്തം ഏത് രീതിയിൽ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനുവേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യാവുന്ന കാര്യം. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന രീതിയിൽ വൈവിധ്യമുള്ള സസ്യങ്ങൾ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, വെള്ളം തടഞ്ഞു നിർത്തുന്നത് ഒരു മരത്തിന്റെ തണ്ടിലും തടിയിലും ഇലയിലും വേരുകളിലാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പരമാവധി ഹരിതാപമാക്കി എടുക്കുക എന്നുള്ളതാണ്. എക്സസ് വരുന്ന വാട്ടറാണ് യഥാർത്ഥത്തിൽ പുറന്തള്ളപ്പെടുന്നത്. വർഷക്കാലത്ത് പെയ്യുന്ന വെള്ളം പരമാവധി വേനൽക്കാലത്ത് അതിന് ഓവർകെയിം ചെയ്യാനുണ്ട്. അതിജീവിക്കാൻ വേണ്ടിയിട്ട് ആ മരം തടഞ്ഞ് വെള്ളം നിർത്തും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരമാവധി ചെത്തി വെടിപ്പാക്കാതിരിക്കാനായിട്ട്, നമ്മുടെ നാളെ ദുരന്തമില്ലാതിരിക്കാനായിട്ട്, വരൾച്ച ഇല്ലാതിരിക്കാനായിട്ട്, വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുവായി വളരെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ. ശിവദാസൻ നന്ദിയായിട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.